അടുത്ത എക്സാമ്പിൾ ആണ് XeF2 മോളിക്യൂൾ. XeF2 മോളിക്യൂൾ നോക്കുക. XeF2 ഈ XeF2 മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം Xe ആണ്. സിനോൺ എന്ന് പറയുമ്പോൾ ഔട്ടർ ഷെൽ 8 ഇലക്ട്രോൺ ആണ്. അതിൽ 2 ഫ്ലൂറിനുണ്ട്. ഫ്ലൂറിന് 1, ഫ്ലൂറിന് 2. കണ്ടല്ലോ. ഇനി ഇതിൽ ബാക്കി 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ 6 ഇലക്ട്രോൺ 3 ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നു. 1, 2, 3 ലോൺ പെയർ വരും. ഇനി ഇലക്ട്രോൺ പെയർ എണ്ണിയെ 1, 2, 3. അതായത് ലോൺ പെയർ 3, ബോണ്ട് പെയറോ 2 എണ്ണം. കണ്ടോ, മൊത്തം 5 വന്നു. 5 വന്നാൽ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ sp3d വരുമ്പോൾ നമ്മൾ എക്സ്പെക്ടഡ് ഷേപ്പ് എന്താ? ട്രയാംഗണൽ ബൈ പിരമിഡൽ ആണ്. അപ്പൊ എക്സിന് അടുത്ത് നിൽക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ലോൺ പെയർ 3 എണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് 120 ഡിഗ്രിയിൽ നിൽക്കും. അപ്പോ ഇവിടെ ലോൺ പെയർ 1 വരും, ഇവിടെ ലോൺ പെയർ 1 അടുത്ത് വരും, ഇവിടെ ലോൺ പെയർ 3 എണ്ണം വരും. ഉണ്ടാവും. ഇനിയോ 2 ബോണ്ട് പെയറുകൾ ആക്സിൽ ബോണ്ട് ആയിട്ട് നിൽക്കും. അപ്പൊ ഇതൊരു എഫ്, ഇത് അടുത്ത എഫ്. ഇനി ഷേപ്പ് നോക്കുകയാണെങ്കിലോ ഈ 3 പേര് ഷേപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ലോൺ പെയറുകൾ ഷേപ്പിലില്ല. ബോണ്ട് പെയർ മാത്രം നോക്കുമ്പോൾ ഇത് ലീനിയർ ഷേപ്പ് ആയിരിക്കും. എന്തായിരിക്കും ഷേപ്പ്? ലീനിയർ ഷേപ്പ് ആയിരിക്കും XeF2. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഷേപ്പ് കണ്ടുപിടിക്കുക. കേട്ടോ, സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്തത് the bond order value is an important property of a molecule. How is bond order related to bond length? ശ്രദ്ധിക്കുക, ബോണ്ട് ഓർഡർ ഒന്നാതിരിക്കട്ടെ, ബോണ്ട് ഓർഡർ 1 ആണെന്നിരിക്കട്ടെ, അവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉള്ളത്. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആണെങ്കിൽ H സിംഗിൾ ബോണ്ട് H എന്നാണ്. ബോണ്ട് ഓർഡർ 2 ആണെന്നിരിക്കട്ടെ, ഇപ്പോ ഏതാണ്? ഓക്സിജൻ O ഡബിൾ ബോണ്ട് O ആണ്. ബോണ്ട് ഓർഡർ 3 ആണെന്നിരിക്കട്ടെ, നൈട്രജൻ ഇങ്ങനെ ട്രിപ്പിൾ ബോണ്ട് N ആണ്. നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ്. ഡബിൾ വരുമ്പോൾ നീളം കുറയും, ട്രിപ്പിൾ വരുമ്പോൾ നീളം വീണ്ടും കുറയും. എന്ന് വെച്ചാൽ ബോണ്ട് ഓർഡർ 1, 2, 3 ആവുന്നതോറും ബോണ്ടിന്റെ നീളം കുറഞ്ഞു വരും. അതായത് ഇത്രയാണ് റിലേഷൻ. ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ബോണ്ട് ലെങ്ത് എന്നാണ്. ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ലെങ്ത് കുറയും. അപ്പൊ ഇവിടെ ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ മാക്സിമം ലെങ്ത്, ബോണ്ട് ഓർഡർ 2 ലെങ്ത് കുറഞ്ഞു, ബോണ്ട് ഓർഡർ 3 വീണ്ടും കുറഞ്ഞു. എന്ന് വെച്ചാൽ ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്നാണ് അവരുടെ റിലേഷൻ. ഒരു മാർക്കായി. ഓക്കെ. അടുത്തത്, റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ഓക്സിജൻ മോളിക്യൂൾ ആൻഡ് ജസ്റ്റിഫൈ ഇറ്റ്സ് മാഗ്നറ്റിക് നേച്ചർ. നമ്മൾ എഴുതിയതാണ്. ഓക്സിജന്റെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതി, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്തു. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ, ഞാൻ ഒന്നുകൂടി പറയാം, ഇതാണ് π*2px ലും π*2py ലും എന്തുണ്ട്? ഓരോ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് എന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്തിരുന്നു. കേട്ടോ, ഓക്സിജൻ മോളിക്യൂൾ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടാ? π*2px ലും π*2py ലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ട് ഓക്സിജൻ മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, പഠിച്ചതാണ്. Molecular orbitals are formed by the linear combination of atomic orbitals. Atomic orbital combine ചെയ്താണ് molecular orbital ഉണ്ടാകുന്നത്. Give the salient features of MO theory. Molecular orbital തിയറിയുടെ പോസ്റ്റുലേറ്റുകൾ ഒന്ന് പറയാനാണ്. സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. മോളിക്കുലർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് ഇത് പ്രപ്പോസ് ചെയ്ത ഹണ്ട് ആൻഡ് മുള്ളിക്കൻ ആണ്. ഹണ്ട് ആൻഡ് മുള്ളിക്കൻ. അപ്പൊ ഈ തിയറി അനുസരിച്ച് ശ്രദ്ധിക്കുക, ഇലക്ട്രോൺസ് കിടക്കുന്ന മോളിക്യൂളില്, ഇതൊരു മോളിക്യൂൾ ആണെങ്കിൽ ഈ മോളിക്യൂളില് ഇലക്ട്രോൺസ് കിടക്കുന്നത് ഒരു പ്രത്യേകതരം ഓർബിറ്റലിലാണ്. കണ്ടോ, ഈ ഓർബിറ്റലിന്റെ പേര് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ്. ആറ്റത്തിൽ ആറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോൺ കിടക്കുമ്പോൾ മോളിക്യൂളിൽ ഇലക്ട്രോൺ കിടക്കുന്ന മോളിക്കുലാർ ഓർബിറ്റലാണ്. അപ്പോ ഒന്നാമത്തെ പോസ്റ്റേറ്റ് ഇതാണ്. ഇൻ മോളിക്യൂൾസിൽ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ്. കണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ഇത് 2 ന്യൂക്ലിയസ് ആണോ, ഈ ഇരിക്കുന്ന ഓർബിറ്റലുകളാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ്. ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് ഇവര് എന്താ വിളിക്കുന്നത്? കോൾഡ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ആ ഓർബിറ്റലിന്റെ പേരെന്താണ്? മോളിക്യൂളിന്റെ ഓർബിറ്റൽ, മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ്. മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പേരുള്ള ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പോ in molecules electrons are present in special type of orbitals called molecular orbitals.
രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എങ്ങനെയാണ് ഈ മോളിക്കുലാർ ഓർബിറ്റ് ഉണ്ടാകുന്നത് എന്നാണ്. മോളിക്കുലർ ഓർബിറ്റ് ഉണ്ടാകുന്നത് ആറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്താണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിന്റെ ആറ്റോമിക് ഓർബിറ്റലുകൾ ചേർന്നാണ് മോളിക്കുലർ ഓർബിറ്റ് ഉണ്ടാകുന്നത്. അപ്പോ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി combination of atomic orbitals എന്നാണ്. ക്ലിയർ? ആറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നാണ് മോളിക്കുലർ ഓർബിറ്റ് ഉണ്ടാകുന്നത്. ഹാവിംഗ് സെയിം എനർജീസ്, ഒരേ എനർജിയുള്ള ആറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നാണ് എന്തുണ്ടാവുക? മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുക. അതായത് 1s 1s 2s 2s 2p 2p അങ്ങനെ സെയിം എനർജിയുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നാണ് മോളിക്കുലർ ഓർബിറ്റ് ഉണ്ടാവുക. മൂന്നാമത്തെ നമ്പർ ഓഫ് molecular orbital is equal to number of atomic orbitals undergoing combination. അതായത് എത്ര ആറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേരുന്നുണ്ടോ അത്രയും മോളിക്കുലർ ഓർബിറ്റ് ഉണ്ടാകും. എന്ന് വെച്ചാൽ 1s ഒരെണ്ണം കേട്ടോ, 1s അടുത്തത് രണ്ടുപേര് കൂടി ചേർന്നില്ലേ, അവ 2 1s ഉണ്ടാകും. ഒരെണ്ണം സിഗ്മ 1s ഒരെണ്ണം സിഗ്മ സ്റ്റാർ 1s കണ്ടോ. എന്ന് വെച്ചാൽ സെയിം നമ്പർ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ. ആറ്റോമിക് ഓർബിറ്റ് എത്രയുണ്ടോ അത്രയും തന്നെ എന്തുണ്ടാവും? മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോ ആറ്റോമിക് ഓർബിറ്റ് എത്രയുണ്ടോ അത്രയും തന്നെ എന്തുണ്ടാകുന്നു? മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ക്ലിയർ? ഓക്കെ. ഇനിയോ ഇവരില് അപ്പൊ രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ, ഇതില് ഹാഫ് ഓഫ് ദം ആർ ഓഫ് ഹയർ എനർജി, പകുതി എണ്ണത്തിന് ഹയർ എനർജി ആയിരിക്കും. ആൻഡ് ഹാഫ് ഓഫ് ദം ആർ ഓഫ് ലോവർ എനർജി ദാൻ ആറ്റോമിക് ഓർബിറ്റൽസ്. ആറ്റോമിക് ഓർബിറ്റിനേക്കാൾ പകുതി എണ്ണത്തിന് എനർജി കൂടുതലും പകുതി എണ്ണത്തിന് എനർജി കുറവുമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 2 1s ചേർന്ന് സിഗ്മ 1s ഉണ്ടായി, സിഗ്മ സ്റ്റാർ 1s ഉണ്ടായി. ഈ സിഗ്മ 1s ലോ എനർജിയും സിഗ്മ സ്റ്റാർ 1s ഹൈ എനർജിയും ആയിരിക്കും. ഉണ്ടാവും. അപ്പോ പകുതി എണ്ണത്തിന് എനർജി കൂടുതലും പകുതിക്ക് എനർജി കുറവുമായിരിക്കും. ഇതാണ് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. ക്ലിയർ ആയത്? അപ്പൊ എത്ര ആറ്റോമിക് ഓർബിറ്റിൽ ചേരുന്നുണ്ടോ അത്രയും തന്നെ മോളിക്കുലർ ഓർബിറ്റ് ഉണ്ടാകും. ആ മോളിക്കുലർ ഓർബിറ്റില് പകുതി എണ്ണത്തിന് ഈ ആറ്റോമിക് ഓർബിറ്റിലേക്കാൾ എനർജി കൂടുതലും പകുതിക്ക് കുറവുമായിരിക്കും. മനസ്സിലായത്? ഇതാണ് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. ഇനി അതും പറയാം, കുറവുള്ളവരെ ബോണ്ടിങ് എന്നും കൂടുതലുള്ളവരെ ആന്റി ബോണ്ടിങ് എന്നും പറയും. കുറവുള്ളവരെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ എന്നും കൂടുതലുള്ളവരെ ആന്റി ബോണ്ടിങ് എന്നും പറയും. കേട്ടോ? ഇനി ഇതാണ് 3 പോസ്റ്റ്ലേറ്റ്. ഒന്നു വെച്ചാൽ ഞാൻ പറയാം. In molecules, electrons are present in special type of orbitals called molecular orbitals. കണ്ടോ? ഇതാണ് ഒരു മോളിക്യൂൾ എങ്കിൽ ഇതിൽ ഇലക്ട്രോണുകൾ കിടക്കുന്ന ഇങ്ങനെ പ്രത്യേക തരം ഓർബിറ്റലിലാണ്. ആ ഓർബിറ്റലിന്റെ പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ. ഒന്ന്, മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ഹാവിംഗ് സെയിം എനർജീസ്. സെയിം എനർജിയുള്ള ആറ്റോമിക് ഓർബിറ്റൽ ചേർന്നാണ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുക. 2, 3 number of molecular orbital is equal to the number of atomic orbitals undergoing combination. അതായത് കൂടിച്ചേരുന്ന ആറ്റോമിക് ഓർബിറ്റലിന്റെ അതേ എണ്ണം മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകും. ഇനിയോ മോളിക്കുലർ ഓർബിറ്റലുകളില് ഹാഫ് ഓഫ് ദം ആർ ഓഫ് ഹയർ എനർജി ആൻഡ് ഹാഫ് ഓഫ് ദം ആർ ഓഫ് ലോവർ എനർജി ദാൻ ആറ്റോമിക് ഓർബിറ്റൽസ്. ഇത്രയും 3ആയി. അടുത്തത് 4ാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ്. 4ാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: molecular orbitals are not associated with a particular atom. മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്ന ആരുടെയും സ്വന്തമല്ല കേട്ടോ. മോളിക്കുലർ ഓർബിറ്റൽസ് ആർ നോട്ട് അസോസിയേറ്റഡ് into a particular atom. ഒരു പർട്ടിക്കുലർ ആറ്റത്തിന്റെ സ്വന്തമല്ല മോളിക്കുലർ ഓർബിറ്റൽ. It belongs to the nuclei of all the bonded atoms. It belongs to the nuclei of all the bonded atoms. Clear? ആ ബോണ്ട് ചെയ്ത ആറ്റങ്ങളുടെ എല്ലാം
ന്യൂക്ലിയസിലേക്ക് ഒരുപോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നവരാണ് മോളിക്കുലർ ഓർബിറ്റൽ. എന്ന് വെച്ചാൽ ഇതാണ് ഒരു മോളിക്യൂൾ എങ്കിൽ ഈ രണ്ട് ന്യൂക്ലിയസിനെ സെൻട്രലൈസ് ചെയ്ത് നിൽക്കും. എംഒ എന്ന് പറയുന്നത് ഇങ്ങനെ ഇവർക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ എംഒ സിസ്റ്റം പോലെ ഉണ്ടാവും. മോളിക്കുലർ ഓർബിറ്റൽസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇനി ഈ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഈ മോളിക്കുലർ ഓർബിറ്റൽ ഇവന്റെ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇവന്റെ അങ്ങനൊന്നുമില്ല. ഈ രണ്ടു പേർക്കും തുല്യ അവകാശമാണ് എല്ലാ മോളിക്കുലർ ഓർബിറ്റലും. അതായത് ഈ രണ്ട് ന്യൂക്ലിയസിനും ഒരേ അവകാശമാണ് എല്ലാ മോളിക്കുലർ ഓർബിറ്റലിലും. അതാണ് ഈ പറഞ്ഞത്. അതായത് ഈ രണ്ടുപേര് കമ്പൈൻ ചെയ്താൽ അത് ഇന്നയാളുടെ എംഒ, ഇത് എന്റെ എംഒ, ഇത് അവന്റെ എംഒ ഒന്നുമില്ല. രണ്ടുപേർക്കും ഒരേ അവകാശമാണ് എല്ലാ മോളിക്കുലർ ഓർബിറ്റലിലും. മനസ്സിലായില്ലേ? അതാണ് നാലാമത്തെ പോസ്റ്റുലേറ്റ്. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ്. വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ്. അതായത് ഈ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു സം റൂൾസ്. ഏതൊക്കെയാ? അക്കോർഡിംഗ് ടു സം റൂൾസ്. ചില റൂളുകൾ ബേസ് ചെയ്താണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഒന്നാമത്തേതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ ഹൺസ് റൂൾ. മൂന്നാമത്തെ ഏതാ? ഓഫ് ബോ പ്രിൻസിപ്പിൾ. കേട്ടോ, ഈ മൂന്ന് റൂളും അനുസരിച്ചാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. കേട്ടോ, അപ്പോ ഏതാ? ഈ റൂളുകൾ ബേസ് ചെയ്താണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പോളിയുടെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഒരു മോളിക്കുലർ ഓർബിറ്റിൽ 2 ഇലക്ട്രോണേ പാടുള്ളൂ. ഹൺസ് റൂൾ പറയുന്നത് എന്താ? ഒരേ എനർജിയുള്ള ഓർബിറ്റിൽ വന്നാൽ ആദ്യം സിംഗിൾ ആയിട്ട് കൊടുക്കണം, പിന്നെ പെയർ ചെയ്യാമുള്ളൂ. മൂന്നാമത്തത് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? എനർജി കുറഞ്ഞവർക്ക് ആദ്യം, പിന്നെ കൂടിയവർക്ക്. അങ്ങനെയാണ് ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. ഇങ്ങനെ 5 പോസ്റ്റുലേറ്റ് ആണ് ഇതിലുള്ളത്. ഒന്ന്, ഇലക്ട്രോണുകൾ മോളിക്യൂൾസിൽ കിടക്കുന്നത് ഒരു പ്രത്യേകത ഓർബിറ്റലിലാണ്. അതിന്റെ പേര് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ്. ഒന്ന്, മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എങ്ങനെ? ആറ്റോമിക് ഓർബിറ്റലുകൾ ചേർന്നാണ്. അത് സെയിം എനർജി ഉള്ളവരാണ്. 2, മൂന്നാമത്തത് മോളിക്കുലർ ഓർബിറ്റൽ എണ്ണവും ആറ്റോമിക് ഓർബിറ്റൽ എണ്ണവും എപ്പോഴും സെയിം ആയിരിക്കും. കാരണം ഇതില് പകുതി എണ്ണത്തിന് എനർജി കൂടുതലും പകുതിക്ക് എനർജി കുറവുമാണ്. ഇനിയോ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ആരുടെയും സ്വന്തമല്ല. നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ആറ്റം ബട്ട് ബിലോങ്സ് ടു ദ ന്യൂക്ലിയൈ ഓഫ് ഓൾ ദി ബോണ്ടഡ് ആറ്റംസ്. എല്ലാ ബോണ്ടഡ് ആറ്റങ്ങൾക്കും സെയിം ആണ്. ന്യൂക്ലിയസുകൾക്ക് ഒരേ അവകാശമാണ് എല്ലാ മോളിക്കുലർ ഓർബിറ്റലിലും. ക്ലിയർ? ഇനിയോ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് അക്കോർഡിംഗ് ടു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഇതാണ് എംഒ തിയറി. മനസ്സിലായത്? ഇനി ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കൂടി ഞാൻ പറഞ്ഞേക്കാം. കേട്ടോ, ക്വസ്റ്റിന് വരും. നോക്കുക. BMOയും ABMOയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. BMO ആൻഡ് ABMO, ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് തമ്മിലുള്ള ഡിഫറൻസ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് ലോവർ എനർജിയാണ് ദാൻ ആറ്റോമിക് ഓർബിറ്റൽസ്. ആറ്റോമിക് ഓർബിറ്റലിനേക്കാൾ വണ്ണസിനേക്കാൾ എനർജി കുറവാണ് സിഗ്മ വണ്ണസിന്. അതേസമയം ഇവർക്ക് ഹയർ എനർജിയാണ്. ആർക്ക്? ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് ഹയർ എനർജിയാണ് ദാൻ ആരാ? ആറ്റോമിക് ഓർബിറ്റൽ. അതായത് വണ്ണസിനേക്കാൾ എനർജി കൂടുതലാണ് സിഗ്മ സ്റ്റാർ വണ്ണസിന്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ്, ഇവര് അഡീഷൻ ഓഫ് ഓർബിറ്റൽസ് മൂലം, അതായത് ഓർബിറ്റൽസ് തമ്മിലുള്ള അഡീഷൻ മൂലം ഉണ്ടാകുന്നവരാണ്. ഇവരെന്താണ്? അഡീഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ്. ഓർബിറ്റൽസ് തമ്മിലുള്ള അഡീഷൻ മൂലം ഉണ്ടാകുന്നവരാണ് ആര്? നമ്മുടെ BMO, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇവരാണെങ്കിലോ സബ്ട്രാക്ഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ്. സബ്ട്രാക്ഷൻ ഓഫ് ഓർബിറ്റൽസ്, ഓർബിറ്റലിന്റെ സബ്ട്രാക്ഷൻ മൂലം ഉണ്ടാകുന്നവരാണ്. മനസ്സിലായത്? ഇതൊരു അഡീഷൻ മൂലം ഉണ്ടാകുമ്പോൾ അവരെന്താണ്? സബ്ട്രാക്ഷൻ മൂലം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് psi A പ്ലസ് psi B എന്ന് എഴുതാം. psi ആണ് ഓർബിറ്റൽ. ഇവിടെയാണെങ്കിലോ psi A മൈനസ് psi B എന്നായിരിക്കും റെപ്രസെന്റേഷൻ. മനസ്സിലായത്? ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ BMO എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ഏതാണ്ട് ഇവര് തമ്മിൽ അഡീഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. എനർജി ലോവർ ആണെന്ന് പറഞ്ഞല്ലോ. BMO സിഗ്മ അല്ലെങ്കിൽ പൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. കേട്ടോ, ദേ ആർ റെപ്രസെന്റഡ് ആസ് സിഗ്മ ഓർ പൈ. സിഗ്മ അല്ലെങ്കിൽ പൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും BMO. ക്ലിയർ?
ഇനി ABMO ആണെങ്കിലോ അവർ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ റെപ്രസെന്റഡ് ആസ് സിഗ്മ സ്റ്റാർ ഓർ എന്താണ് പൈ സ്റ്റാർ. സിഗ്മ സ്റ്റാറോ പൈ സ്റ്റാറോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം ആരെ നമ്മുടെ ABMO ആന്റിബോണ്ടിനെ. പേര് ഡിഫറൻസ് 3 ആയി. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് BMOയിലെ ഇലക്ട്രോൺസ് റെപ്രസെന്റ് ചെയ്യുന്നത് ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്ഷനെയാണ്. അപ്പൊ ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്? BMOയിൽ ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുന്നത് അട്രാക്ഷൻ ഓഫ് ആറ്റംസ്. നമ്മുടെ ഏതാ വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഈ അട്രാക്ഷൻ ഓഫ് ആറ്റംസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആര്? BMO. ഇവിടെയാണെങ്കിലോ റിപ്പൽഷൻ ഓഫ് ആറ്റംസ് ആണ്. ക്ലിയർ? റിപ്പൽഷൻ ഓഫ് ആറ്റംസ്. ആറ്റങ്ങൾ തമ്മിലുള്ള റിപ്പൽഷനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ABMO. മനസ്സിലായോ? ആറ്റങ്ങൾ തമ്മിൽ അട്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യും BMO, റിപ്പൽഷൻ റെപ്രസെന്റ് ചെയ്യും ABMO. അടുത്ത ഡിഫറൻസ്. അടുത്തത് BMOയിലെ അഞ്ചാമത്തെ ഡിഫറൻസ് ആട്ടോ. BMOയിലെ ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ നോഡ്. ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ നോഡ്. നോഡ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇലക്ട്രോൺ ഇല്ലാത്ത പ്രദേശങ്ങളാണ് നോഡ്. അപ്പൊ നോഡ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ABMOയിൽ അങ്ങനെയല്ല. ഇറ്റ് ഓൾവേസ് ഹാസ് എ നോഡ്. ഇറ്റ് ഓൾവേസ് ഹാസ് എ നോഡ്. എപ്പോഴും എന്തുണ്ടായിരിക്കും? നോഡ് ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ്. രണ്ട് ന്യൂക്ലിയസുകൾക്ക് ഏതാണ്? ഇൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയസ്. രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ എന്തുണ്ടായിരിക്കും? അതിനുള്ള ഗ്യാപ്പില് ഉറപ്പായിട്ട് ഒരു നോഡ് ഉണ്ടാവും. ആർക്ക്? നമ്മുടെ ABMOയിൽ. ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നുകൂടെ പറയാം. BMO ഹാസ് ലോവർ എനർജി ദാൻ ആറ്റോമിക് ഓർബിറ്റൽ. 1s കുറവ് എനർജിയാണ് സിഗ്മ 1s. ഇനിയോ ഹയർ എനർജി ദാൻ ആറ്റോമിക് ഓർബിറ്റൽ ആണ് ABMO. ABMOക്ക് 1s സ്റ്റാർ വന്നാൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. BMO ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് psi A plus psi B. ഇവരോ സബ്ട്രാക്ഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് psi A minus psi B. അടുത്തത് represent as sigma or pi. മറ്റേതോ സിഗ്മ സ്റ്റാർ ഓർ പൈ സ്റ്റാർ. It represents the attraction between atoms. ആറ്റങ്ങൾ തമ്മിൽ അട്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. It represents the repulsion between atoms. ആറ്റങ്ങൾ തമ്മിലുള്ള റിപ്പൽഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത് ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ നോഡ്. നോഡ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. മറ്റേതിലോ ഇറ്റ് ഓൾവേസ് ഹാസ് എ നോഡ് ഇൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയൈ. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ BMO ആൻഡ് ABMO. പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് ഇനി ഇവിടുത്തെ ആൻസർ പറയാം. Explain sp3 hybridization with a suitable example ആണ്. sp3 hybridization example ആണ് PCl5 ആണ്. എക്സാമ്പിൾ PCl5 ആണ്. PCl5ല് സെൻട്രൽ ആറ്റം P ആണ്. ആറ്റോമിക് നമ്പർ ഓഫ് P എന്ന് പറയുന്നത് 15 ആണ്. എഴുതുക 1s2 2s2 2p6 3s2 3p3 എന്ന് വരും. 3d ഉണ്ടെങ്കിലും ഇലക്ട്രോൺ ഇല്ല. 3d ഓർബിറ്റിൽ ഉണ്ടാവും, ഇലക്ട്രോൺ ഇല്ല. 3d 0. നമുക്ക് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നാണ്. അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ മാത്രം മൈൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ പോവാണ്. ഇത് 3s ആണ്. ഇത് 3 എണ്ണം 3p വരും. 1 2 3 3p. ഇനി 3dയിൽ 5 എണ്ണം ഉണ്ട്, പക്ഷെ ഇലക്ട്രോൺ ഇല്ല. 1 2 3 4 5. ഇത് 3d ആണ്. കണ്ടല്ലോ. ഇനി 3s2 ആണ് 2 എണ്ണം. 3p3 ആണ് 1 2 3. 3dയിൽ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, ഇങ്ങനെ നിൽക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ PCl5 ഫോം ചെയ്യുന്ന 5 Cl വരണം. വാലൻസി 5 ആക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നു. കണ്ടോ? എസിലെ ഒരു ഇലക്ട്രോൺ ഹയർ ലെവലായ ഡിയിലേക്ക് ജമ്പ് ചെയ്യും. വേക്കൻസി ഉള്ള ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ വേക്കൻസി ഉള്ള ഡിയിലാണ് ഡിയിലേക്ക് ജമ്പ് ചെയ്യും. അതെ, ഏത് ഡിയിലേക്കാണ് ചാടുന്നതെന്ന് ചോദിച്ചാൽ എൻട്രൻസ് ചോദിക്കുള്ളൂ. DZ2 ചാടുന്നത് കേട്ടോ. ഏറ്റവും അറ്റത്തേക്ക് പോകും. ഓക്കെ, അതിലേക്ക് ചാടി, ഡിയിലേക്ക് ചാടി. അങ്ങനെ വരുമ്പോൾ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ചാടാതിരിക്കുന്ന അവസ്ഥ. ക്ലിയർ? ഇനിയോ ചാടിക്കഴിഞ്ഞാൽ അതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. എക്സൈറ്റഡ് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3sൽ 1, 3pയിലെ എല്ലാത്തിലും ഓരോന്ന്. ഇത് 3p ആണ്. 1 1 1. ഇനിയോ 3d ആണ് ഈ വരയ്ക്കുന്നത്. 1 2 3 4 5 എണ്ണം വരയ്ക്കണം കേട്ടോ. 3d അതിൽ ഒരെണ്ണം 3 ഇലക്ട്രോൺ. ഇനി ഈ 5 പേരും ചേർന്ന് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. കണ്ടോ? ഒരു S 3p 1d. ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3d ആണ്.
sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുക. ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. ഷേപ്പ് എന്തായിരിക്കും? ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. അപ്പൊ എന്ത് വരും? ഷേപ്പ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. ഈ നടുക്ക് പി കിട്ടുന്നു. ട്രയാങ്കിളിന് 3 എണ്ണം കണ്ടോ? ഇവിടെ മുകളിലേക്ക് ഒന്ന് CL, ഇവിടെ വരണം. ഇനി താഴേക്ക് ഒന്ന് CL കണ്ടോ? ഇങ്ങനെ. ഓക്കെ, ഇതായിരിക്കും ഷേപ്പ്. ഒരു വര ഉള്ളൂ കേട്ടോ, 2 വരയില്ല. ഓർത്തിരിക്കുക. ഇവിടെ അപ്പോ ഏതാണ് 3 എണ്ണം ഇങ്ങനെ നിൽക്കുന്നത്? ഇത് CL 3 എന്നാണ്. CL 1, CL 2, CL 3. ഇനി ഒരെണ്ണം പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക്, ഒരെണ്ണം താഴേക്ക് നിൽക്കും. ഇനിയോ ഈ 3 ബോണ്ടുകളെ ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയും. അപ്പോ 3 എണ്ണം 120ൽ നിൽക്കുന്ന 3 എണ്ണം ഉണ്ട്. അവരെ വിളിക്കുന്ന പേര് ഇക്വറ്റോറിയൽ ബോണ്ട്. ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയും. ഇനിയോ 2 എണ്ണം 90ൽ മുകളിലേക്ക് താഴേക്ക് നിൽക്കുന്ന 2 എണ്ണം 90 ഡിഗ്രിയാണ്. അവരെ എന്ത് വിളിക്കും? ആക്സിയൽ ബോണ്ട്സ് എന്ന് പറയും. കണ്ടോ? ഇത്രയുമാണ് ഏതാ ഹൈബ്രിഡൈസേഷൻ ഓഫ് PCl3. ഇത്രയും വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോ ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. 1s2 2s2 2p6 3s2 3p3 3d0 എന്നാണ്. അത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കോൺഫിഗറേഷൻ വരച്ചു. ഇനി 3s ഒരു ഇലക്ട്രോൺ 3d ചാടുന്നു. അപ്പൊ 5 ഏതാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി ഇവർ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. sp3 ഹൈബ്രിഡൈസേഷൻ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണ്. 3 എണ്ണം 120 ഡിഗ്രിയിൽ നിൽക്കുന്നു. അത് ഇക്വറ്റോറിയൽ ബോണ്ട്. 2 എണ്ണം 90 ഡിഗ്രി, ഒരെണ്ണം മേളിലേക്ക്, ഒരെണ്ണം താഴേക്ക്. ഏതാണ്? ആക്സിയൽ ബോണ്ട്സ്. ഇതായിരിക്കും ഷേപ്പ് ഓഫ് ബോണ്ട്. ഓക്കെ, then അടുത്ത് 1/2 of the 1/2 എന്ന് പറഞ്ഞാൽ അര. 1/2 of the difference between the number of electrons in the bonding and anti-bonding molecular orbital is called. അതായത് number of electrons in bonding molecular orbital NB minus number of electrons in anti-bonding molecular orbital divided by 2 നെ വിളിക്കുന്ന പേര് എന്താണെന്ന്? എന്താ? ബോണ്ട് ഓർഡർ എന്നാണ്. ഇങ്ങനെ എഴുതണോട്ടോ, ബോണ്ട് ഓർഡർ എന്ന് എഴുതും കേട്ടോ. ബോണ്ട് ഓർഡർ ആൻസർ ആയി. ഏഴ് ആൻസർ എന്താണ്? ബോണ്ട് ഓർഡർ എന്നാണ് കേട്ടോ. റൈറ്റ് ദ മോളിക്യുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് N2 മോളിക്യൂൾ. നൈട്രജൻ മോളിക്യൂളിന്റെ MO സ്ട്രക്ചർ കോൺഫിഗറേഷൻ എഴുതിയില്ലേ നമ്മള്? എഴുതി കഴിഞ്ഞാണ് അറിയാം. Predict the stability and magnetic property of N2 molecule with a reason പറഞ്ഞു. ഏതാ? ഇവിടെ ബോണ്ട് ഓർഡർ 3 കിട്ടുന്നതുകൊണ്ട് മോളിക്യൂൾ എന്താണ്? സ്റ്റേബിൾ ആണ്. ബോണ്ട് ഓർഡർ പോസിറ്റീവ് എന്നാൽ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ഒന്ന്. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ എന്താണ്? എല്ലാവരിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലാണ്. അതായത് പെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. In order to explain the geometrical shapes of molecules, the concept of hybridization was introduced. Molecules shape പറയാനാണ് hybridization കൊണ്ടുവന്നത്. The geometry of SF6 molecule symbol SF6 എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. SF6 കണ്ടുപിടിക്കാൻ S എന്ന് എഴുതുക. ഇനി സൾഫറിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ള ഔട്ടർ ഷെല്ലിൽ 6 ആണ്. ഈ 6 ഫ്ലൂറിൽ ഫില്ലായി നോക്കി. അതുകൊണ്ട് ഇതിൽ എന്തില്ല? ലോൺ പെയർ ഇല്ല. 1 2 3 4 5 6 ഫ്ലൂറിൻ ഫില്ലായി. ഈ ലോൺ പെയർ ഇല്ലാത്തതുകൊണ്ട് 6 വന്നാൽ sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോ sp3 ഡീഹൈബ്രിഡൈസേഷൻ വിത്തൗട്ട് ലോൺ പെയർ ആണെങ്കിൽ ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ്. ഷേപ്പ് എന്താണ്? ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഇവിടെ കിട്ടി ഏതാ? ഒക്ടാഹെഡ്രൽ. 3 ഉണ്ടോ? 3 ഒക്ടാഹെഡ്രൽ എന്നാണ് ആൻസർ. അടുത്ത ഡിഫൈൻ ദ ടേം ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. The process of intermixing ആണ്. കണ്ടോ? ഈ ഓർബിറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കണ്ടു എസും പിയും ഡിയും തമ്മിൽ മിക്സ് ചെയ്യാണ്. അതുപോലെ ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. ആറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇന്റർമിക്സ് ചെയ്യുന്നു. ടു ഫോം എന്നിട്ട് എന്ത് ചെയ്യും? ടു ഫോം സെയിം നമ്പർ ആണ്, അതേ എണ്ണം, സെയിം നമ്പർ ഓഫ് ന്യൂ ഓർബിറ്റൽസ്, അതേ എണ്ണം പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. സെയിം നമ്പർ ഓഫ് ന്യൂ ഓർബിറ്റൽസ് ഹാവിംഗ് സെയിം എനർജി, ഒരേ എനർജി ആയിരിക്കും കേട്ടോ. സെയിം എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്സ് കേട്ടോ. സെയിം എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പ് എന്നാണ് കേട്ടോ. ഐഡന്റിക്കൽ ഷേപ്സ് ഇതായിരിക്കും ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ ഡിഫറന്റ് ഏതാണ്
ഈ ഡിഫറെന്റ് എനർജിയും ഷേപ്പും ഉള്ള ആറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ടു ഫോം സെയിം നമ്പർ ഓഫ് ന്യൂ ഓർബിറ്റൽസ് ഹാവിംഗ് സെയിം എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്സ്. അപ്പൊ ഇവിടെ ആറ്റോമിക് ഓർബിറ്റൽസ് ഹാവിംഗ് ഡിഫറെന്റ് എനർജി നോട്ട് ചെയ്യാം കേട്ടോ. ഹാവിംഗ് ഡിഫറെന്റ് energies to form new orbitals, same number of new orbitals having same energy and identical shape. എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയാം, ഇപ്പോ sp3 ഹൈബ്രിഡൈസേഷൻ പറയാം കേട്ടോ. s ഓർബിറ്റില് സ്ഫെറിക്കൽ ആണ്, p മൂന്നെണ്ണം ഉണ്ട്, അതില് ഇത് px ആണ്, ഇത് py ആണ്, ഇത് pz ആണ്. ഇങ്ങനെ 3 ഓർബിറ്റൽസ്. ഇവർ 4 പേരും കൂടി എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് 4 പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ 4 എങ്ങനെ നിൽക്കും അറിയാമോ? ഒരാൾ ഇങ്ങനെ വരും, അടുത്തയാൾ ഇങ്ങനെ വരും, അടുത്തയാൾ ഇങ്ങനെ വരും, അടുത്തയാൾ ഇങ്ങനെ വരും. കണ്ടോ? ഇങ്ങനെ ഒരേ ഷേപ്പുള്ള 4 പേരുണ്ടാവും. ഒരേ എനർജിയും ആയിരിക്കും അവർക്ക്. അതിന് വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോ ഡിഫറന്റ് എനർജിയും ഡിഫറന്റ് ഷേപ്പും ഉള്ള ഓർബിറ്റൽസ് തമ്മിൽ ഇന്റർമിക്സ് ചെയ്ത് ഒരേ എനർജിയും ഒരേ ഷേപ്പും ഉള്ള 4 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. 4 അല്ല കേട്ടോ, സെയിം നമ്പർ. എത്ര പേര് മിക്സ് ചെയ്തോ അത്രയും തന്നെ ഏതാണ് ഓർബിറ്റൽസ് ഉണ്ടാകും. അതിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഡെഫിനിഷൻ ക്ലിയർ ആയില്ലേ? ദ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ഹാവിംഗ് ഡിഫറെന്റ് എനർജീസ് ഓർ ആൻഡ് ഷേപ്സ് ടു ഫോം സെയിം നമ്പർ ഓഫ് ന്യൂ ഓർബിറ്റൽസ്. അതേ എണ്ണം പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ഹാവിംഗ് സെയിം എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്സ്. കേട്ടോ, സെയിം എനർജിയും ഐഡന്റിക്കൽ ഷേപ്പും ഉള്ള അതേ എണ്ണം ഓർബിറ്റൽസ് ഉണ്ടാകുന്ന വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ. എക്സ്പ്ലെയിൻ sp3 ഹൈബ്രിഡൈസേഷൻ ടേക്കിംഗ് മീഥൈൻ ആസ് ആൻ എക്സാമ്പിൾ. മീഥൈൻ എക്സാമ്പിൾ ആയിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മീഥൈൻ ആണ് എക്സാമ്പിൾ. ക്ലിയർ? അപ്പൊ മോളിക്യൂൾ CH4 ആണ് മീഥൈൻ. സെൻട്രൽ ആറ്റം കാർബൺ ആണ്. ക്ലിയർ? സെൻട്രൽ ആറ്റം ആരാണ്? കാർബൺ ആണ്. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്. കാർബൺ ആറ്റോമിക് നമ്പർ 6 ആണ്. 1s2 2s2 2p2 എന്നാണ്. ക്ലിയർ? നമുക്ക് ഔട്ടർ ഷെല്ല് മാത്രമാണ് ഏതെടുക്കേണ്ടത്? ഹൈബ്രിഡൈസേഷൻ എടുക്കേണ്ടത്. അപ്പൊ 2s2 എന്ന് പറയുമ്പോൾ 2sല് 2 ഇലക്ട്രോൺ. 2p2 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് 2p. 2pയില് ഏതാണ്? ഇങ്ങനെ 2 ഇലക്ട്രോൺ. അൺസ്ട്രോൺ അനുസരിച്ച് ഇങ്ങനെ 2 എണ്ണമാണ്. ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇങ്ങനെ വരുമ്പോൾ കാർബണിന്റെ വാലൻസി 4 ആവില്ല, 2 കിട്ടുള്ളൂ. അപ്പൊ വാലൻസി 4 ആക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് തട്ടും. കണ്ടോ? അന്നേരം അത് എന്തായിട്ട് മാറി? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. ഈ സ്റ്റേറ്റിന്റെ പേര് എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലെ 2sല് 1 ഇലക്ട്രോൺ, 2pയിലെ 3 എണ്ണത്തിലും ഓരോ ഇലക്ട്രോൺ. ഇത് 2p, ഇത് 2s. 3ലും ഓരോ ഇലക്ട്രോൺസ് നിൽക്കും. എന്നിട്ടോ ഇവര് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ ഒരു എസും 3 പിയും ആയതുകൊണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ വിത്തൗട്ട് ലോൺ പെയർ ആണെങ്കിൽ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ആ ഷേപ്പ് വരയ്ക്കാം. ഇങ്ങനെ കാർബൺ സെന്ററിൽ നിൽക്കുന്നു, ഒരെണ്ണം ഇങ്ങനെ നിൽക്കുന്നു, അടുത്തത് 2 3 4. കണ്ടോ? 4 എണ്ണം ഇങ്ങനെ വരും. ടെട്രാഹെഡ്രൽ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇനിയോ ബോണ്ട് ആംഗിൾ ആണെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആയിരിക്കും. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. ഇനി ഈ ഓർബിറ്റിലെല്ലാം ഹൈഡ്രജൻ വന്ന് ഓവർലാപ്പ് ചെയ്യും. ഹൈഡ്രജന്റെ 1s ഓർബിറ്റിൽ വന്ന് ഇതിൽ ഓവർലാപ്പ് ചെയ്യും. 1 2 3 4. കണ്ടോ? 4 ഹൈഡ്രജൻ വന്ന് ഓവർലാപ്പ് ചെയ്തു. ഇത് ബോണ്ട് പെയർ ആണ്. ഈ 4 കാണിച്ചിരിക്കുന്നത്. ഇതായിരിക്കും മീഥൈന്റെ ഫോർമേഷൻ. എന്താ പറയാം? സെൻട്രൽ ആറ്റം കാർബൺ ആണ്. 1s2 2s2 2p2 ആണ് കോൺഫിഗറേഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ 2s2 2p 1 നിൽക്കും. എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുമ്പോൾ ഒരു ഇലക്ട്രോണിന് pzലേക്ക് തട്ടി. അപ്പോ ഇവിടെ 1 2 3 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഈ എസും 3 പിയും ഹൈബ്രിഡൈസ് ചെയ്തു. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ടെട്രാഹെഡ്രൽ ഷേപ്പില് 4 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകും. ബോണ്ട് ആംഗിളോ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആയിരിക്കും. ഈ 4 ഓർബിറ്റലിലും 4 ഹൈഡ്രജൻ വന്ന് എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു. ക്ലിയർ? അങ്ങനെ ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള മീഥൈൽ മോളിക്യൂൾ ഫോം ചെയ്യും വിത്ത് ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഇതാണ് ഫോർമേഷൻ ഓഫ് മീഥൈൽ. ഓക്കെ, then the formation of molecular orbital can be described by the linear combination of atomic orbital.
ആറ്റോമിക് ഓർബിറ്റൽ തമ്മിൽ കമ്പൈൻ ചെയ്താണ് മോളിക് ഓർബിറ്റൽ ഉണ്ടാകുന്നത്. Which one of the following correctly represents the formation of bonding molecular orbital from the atomic orbitals having wave functions psi a and psi b? ഞാൻ ഇപ്പോ പറഞ്ഞെന്നുള്ളൂ. psi a, psi b. ഇതില് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞേ? അഡീഷൻ ആയിരിക്കണം, പ്ലസ് ആയിരിക്കും. ഇനിയോ psi a, psi b ഇവര് ഫോം ചെയ്യുന്നത് ABMO ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യണമെങ്കിൽ ഇത് മൈനസ് ആയിരിക്കണം, സബ്ട്രാക്ഷൻ. കേട്ടാ? അപ്പോ ഇത് നമ്മുടെ ആൻസർ ഏതാണ്? ഇവിടെ ബോണ്ടിങ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ 3 ആണ്, psi a plus psi b എന്നാണ്. ഓക്കെ, അടുത്ത റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഓൺ ദ ബേസ് ഓഫ് MO തിയറി പഠിച്ചു. ജസ്റ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ടിങ്. എന്തുകൊണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടായി? ബോണ്ട് ഓർഡർ 2 ആയതുകൊണ്ട്. ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ 2 കോവാലന്റ് ബോണ്ട്സ് ഉണ്ടാവും. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2. ബോണ്ട് ഓർഡർ എത്രയാണ്? 2 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ബോണ്ട് ഓർഡർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് 2 കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ആറ്റംസ് ആണ്. പ്രസൻസ് ഓഫ് 2 കോവാലന്റ് ബോണ്ട്സ് ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് കോവാലന്റ് ബോണ്ടുകളെയാണ് ഈ 2 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ O ഡബിൾ ബോണ്ട് O എന്നായിരിക്കും ആൻസർ. അതുകൊണ്ടാണ് ഡബിൾ ബോണ്ടുകൾ വന്നത്. കേട്ടോ? ഇതാണ്